മലയാള സിനിമയിലെ ചിരിയുടെ സുൽത്താൻ. സ്ക്രീനിൽ അദ്ദേഹം വന്നു നിന്നാൽ എത്ര വലിയ സങ്കടമുള്ളവരും ഒന്ന് ചിരിച്ചു പോകുമായിരുന്നു. വെറും 56 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ആ വലിയ കലാകാരൻ നമ്മളെയെല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മടങ്ങുന്നത്. പ്രേക്ഷകർക്ക് നഷ്ടപ്പെട്ടത് ഒരു പ്രിയപ്പെട്ട കലാകാരനെയാണെങ്കിൽ ജീവനും ജീവിതവുമായ തന്റെ നല്ല പാതിയെ നഷ്ടപ്പെട്ടതിന്റെ കഠിനമായ മരവിപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപത്നി സുനിത. വരാനിരിക്കുന്ന സെപ്റ്റംബറിൽ തങ്ങളുടെ 30ാം വിവാഹവാർഷികം ഏറെ സന്തോഷത്തോടെ ആഘോഷിക്കാനിരിക്കവെയാണ് സുനിതയെയും മക്കളെയും ഈ ലോകത്ത് തനിച്ചാക്കിക്കൊണ്ട് അദ്ദേഹം യാത്രയാകുന്നത്. 4 വർഷത്തോളം നീണ്ട തീവ്രമായ പ്രണയത്തിനൊടുവിലായിരുന്നു സലീംകുമാറും സുനിതയും ഒന്നിക്കുന്നത്. പരസ്പരം പരിചയപ്പെട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സലീംകുമാർ തന്റെ പ്രണയം സുനിതയോട് തുറന്നു പറയുന്നത്. പ്രണയകാലത്ത് സലീംകുമാർ സുനിതയ്ക്ക് കൈമാറിയ ഒരുപാട് പ്രണയലേഖനങ്ങളുണ്ടായിരുന്നു. ആ കത്തുകളെല്ലാം ഒരു വലിയ നിധി പോലെ സുനിത ഇന്നും തന്നെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സലീംകുമാർ മുൻപ് ചിരിയോടെ ഓർത്തെടുത്തിട്ടുണ്ട്. അവൾക്ക് ലോട്ടറിയല്ലേ അടിച്ചത് എന്ന് തമാശയായി പറയുമ്പോഴും പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ ജീവിത പങ്കാളിയാക്കാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കണ്ടത്. അവരുടെ വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് സലീംകുമാർ വെള്ളിത്തിരയിലേക്ക് ആദ്യമായി ചുവടുവെക്കുന്നത്. ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. പിന്നീട് അദ്ദേഹത്തിന് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സിനിമകളിൽ നിന്നും സിനിമകളിലേക്കുള്ള ഒരു വലിയ ഓട്ടമായിരുന്നു അത്. ഒടുവിൽ ഇന്ത്യയിലെ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വരെ നേടി അദ്ദേഹം തിളങ്ങി നിന്നു. സലീംകുമാറിന്റെ ആ തിരക്ക് പിടിച്ച സിനിമായാത്രയിലും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം പൂർണ്ണമായും തളർന്നുപോയപ്പോഴും എല്ലാത്തിനും പിന്തുണയുമായി സുനിത എപ്പോഴും കൂടെയുണ്ടായിരുന്നു. സലീംകുമാർ എവിടെ പോയാലും ഏത് വലിയ വേദികളിലായാലും അദ്ദേഹത്തിന് താങ്ങും തണലുമായി പേഴ്സണൽ മാനേജറുടെ റോളിലടക്കം സുനിത എപ്പോഴും ഒപ്പമുണ്ടാകുമായിരുന്നു. തന്റെ ഭാര്യയെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കാൻ കിട്ടുന്ന ഒരവസരവും അദ്ദേഹം ഒരിക്കലും പാഴാക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി എന്നായിരുന്നു തന്റെ 28ാം വിവാഹവാർഷികത്തിൽ കല്യാണ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സലീംകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമാണ്. എന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ പങ്കുവെക്കുന്നത് അവളോടാണ്, തിരിച്ച് അവൾ എന്നോടും. എല്ലാവർക്കും അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ വയ്യാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ ആരും കൂടെ ഉണ്ടാകില്ല. നമ്മുടെ പങ്കാളി മാത്രമേ അപ്പോൾ കൂടെ ഉണ്ടാകൂ. അങ്ങനെയൊക്കെയായ ഒരാളെ കണ്ടെത്തി വേണം വിവാഹം കഴിക്കാൻ. ഞാനതിൽ പൂർണ്ണമായും വിജയിച്ചു എന്നായിരുന്നു അദ്ദേഹം തന്റെ പ്രിയതമയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന് ശാരീരികമായി വയ്യാത്ത അവസ്ഥകളിൽ പോലും ചില ഷൂട്ടിങ്ങുകൾക്ക് കൊണ്ടുപോയിരുന്നത് സുനിതയായിരുന്നു. അവൾ അദ്ദേഹത്തെ ഒരുക്കി അവിടെ ഇരുത്തും. നിർമ്മാതാക്കൾ നൽകുന്ന പണം സലീംകുമാർ സുനിതയുടെ കയ്യിലേൽപ്പിക്കും. തിരിച്ചു വരുമ്പോൾ അവൾ തനിക്ക് ആഹാരമൊക്കെ വാങ്ങിത്തരുമെന്നും അതെല്ലാം താൻ ആസ്വദിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവളില്ലാതെ എനിക്കിപ്പോൾ എവിടെയും പോകാൻ കഴിയില്ല. എന്റെ ഒരു ദിവസം ചാർട്ട് ചെയ്യുന്നത് പോലും അവളിലൂടെയാണ്. അവൾ എന്റെ ധൈര്യമായി മാറിക്കഴിഞ്ഞുവെന്ന് സലീംകുമാർ പറയുമ്പോൾ ആ വാക്കുകളിൽ സുനിതയോടുള്ള പ്രണയവും ബഹുമാനവും നിറഞ്ഞു നിന്നിരുന്നു. ലിവർ സിറോസിസ് വന്ന് കടുത്ത വേദനയിലൂടെ കടന്നുപോയപ്പോഴും പിന്നീട് നടന്ന കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ജീവിതത്തിലേക്ക് തിരികെ വരാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് സുനിത എന്ന ഒരൊറ്റ സ്ത്രീയുടെ കരുത്ത് മാത്രമായിരുന്നു. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിന്റെ പാതിയെ തനിച്ചാക്കി സലീംകുമാർ യാത്ര പറഞ്ഞു പോയിരിക്കുകയാണ്. പൊതുദർശന ചടങ്ങിൽ കരഞ്ഞു തളർന്ന് തന്റെ പ്രിയ ഭർത്താവിനരികിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ മരവിച്ച് നിൽക്കുന്ന സുനിതയുടെ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ മലയാളികളുടെ നെഞ്ച് പിടയുകയായിരുന്നു.